കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ 11ഉം 12ഉം ക്ലാസ്സുകളിൽ നാം ഒരുമിച്ച് ചിന്തിച്ചത് വീണ്ടും ജനനത്തെ കുറിച്ചായിരുന്നല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വരുന്നു. യേശു അവനോട് സംസാരിക്കുമ്പോൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് അഥവാ റീബർത്ത്, വീണ്ടും ജനിക്കുക എന്നുള്ള വിഷയം. പുതിയ നിയമത്തിൽ ആകമാനം ഇതിനെക്കുറിച്ച്, വീണ്ടും ജനനത്തെക്കുറിച്ച്, പുതിയ മനുഷ്യനായി പുതിയ സൃഷ്ടിയായി തീരുന്നതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ആകമാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്നൊക്കെ നാം എഫീസ് ലേഖനത്തിലോ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. ബർത്ത് ഗിവ്സ് ലൈഫ്. ജനനത്തിലൂടെ ആണ് നാം ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. ഇൻ ദ സെയിം വേ, അതുപോലെ തന്നെ റീബർത്ത് ഗിവ്സ് അസ് ന്യൂ ലൈഫ്. പുതുജനനം നമുക്ക് പുതിയ ജീവനിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമ്മെ സഹായിക്കുന്നു. ജനനം ജീവൻ നൽകുന്നു, പുതുജനനം പുതുജീവൻ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അത് വളരെ വ്യക്തമായ ഒരു വസ്തുത തന്നെയാണ്. നാം ജനിച്ചത് കൊണ്ട് നാം ജീവനുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നു. എന്നാൽ നാം പുതുജനനം പ്രാപിക്കുന്നു എങ്കിൽ മാത്രമേ പുതുജീവനിലേക്ക് പ്രവേശിപ്പാനും കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിപ്പാനും കഴിയുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ്, ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. പിന്നീട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, 1 പത്രോസ് 2:1 പറയുന്നു, 1ഉം 2ഉം വാക്യങ്ങൾ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. അപ്പൊ അവിടെയും ഒരു ജനനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ എന്ന് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വേദപുസ്തകം ആകമാനം, പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ ഒരു പുതുജനനത്തെ കുറിച്ച്, പഴയ മനുഷ്യൻ മരിച്ച് പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം, റോമാലേഖനം 6-ാം അധ്യായത്തിലും നാം അത് കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചിട്ട് അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ജീവന്റെ പുതുക്കത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരനുഭവം. ആ അനുഭവത്തെ കുറിച്ചാണ് വേദപുസ്തകം ആകമാനം പറയുന്നത്. അങ്ങനെയുള്ള ഒരു അനുഭവം ഇല്ലാത്തൊരു വ്യക്തി ആര് തന്നെ ആയിരുന്നാലും അവർക്ക് സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് കഴിയുകയില്ല എന്ന് നാം വായിക്കുന്നു. ഒരു ഗർഭസ്ഥ ശിശു, ഒരു ശിശു അമ്മയുടെ ഉദരത്തിലെ ഉരുവായി ഒരു 9 മാസം 39 ആഴ്ച ആ ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിലായിരിക്കുമ്പം ആ ശിശുവിന് ഒരു പക്ഷെ എന്തെങ്കിലും ചിന്തിക്കുവാൻ അന്നേരം കഴിയുമെങ്കിൽ അത് ചിന്തിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രമാണ്, എനിക്ക് താമസിക്കാനുള്ള സ്ഥലം എന്നാണ് അത് ചിന്തിക്കുന്നത്. എന്നാൽ 39 മാസം കഴിഞ്ഞ് അതിനെ പ്രസവിച്ച് കഴിയുമ്പോൾ അതൊരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുക. ഒരു പുതിയ ലോകം. അത് ഓരോ ദിവസവും വളരുന്നു, ഓരോ മാസവും വളരുന്നു, വളർച്ച പ്രാപിച്ച് അതിന്റെ ജീവന്റെ മുഴുവൻ പൊട്ടൻഷ്യലും മുഴുവൻ കഴിവുകളും, ഒരു മനുഷ്യ ജീവന് എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം ഈ ലോകത്തില് ജനിച്ച് വളർച്ച പ്രാപിക്കുമ്പോഴാണ് അത് ജീവന്റെ സാധ്യതകളെ കുറിച്ച്, ജീവന്റെ വലിയ വളർച്ചയെക്കുറിച്ച് അതിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അത് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെയാണ് നാം പുതിയൊരു ജീവനിലേക്ക് വരുമ്പോൾ, നാം ദിനംതോറും വളർച്ച പ്രാപിച്ചെങ്കിൽ മാത്രമേ, വീണ്ടും ജന്മം പ്രാപിച്ച് വളരുമ്പോൾ മാത്രമേ നാം ഈ പുതുജീവന്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക്, എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ അനുഭവത്തിലേക്ക്, അതിന്റെ സാധ്യതകളിലേക്ക്, അതിന്റെ ആ പുതുജീവൻ നൽകുന്ന പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. മാത്രവുമല്ല, ഈ പുതുജീവൻ, ഗർഭസ്ഥ ശിശു ഗർഭപാത്രം വിട്ട് ലോകത്തിലേക്ക് വരുന്നത് പോലെയാണ് നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞ് നാം അതിനുശേഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പം നാം ഈ ഗർഭപാത്രത്തിൽ, ഈ ലോകമാകുന്ന ഗർഭപാത്രത്തിൽ കിടക്കുന്നതുകൊണ്ട് ഇതിന്റെ അപ്പുറത്തുള്ള ഒരു ജീവനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നാൽ
നാം മരിച്ചു കഴിയുമ്പോൾ നാം പുതിയൊരു ജീവനിലേക്ക്, വലിയൊരു അനന്ത സാധ്യതയിലേക്ക്, പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും നാം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ആ കാര്യം പുതുജീവനെ കുറിച്ച്, വീണ്ടും ജനനത്തെ കുറിച്ച് ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിക്കോദിമോസിനോടുള്ള സംഭാഷണം കർത്താവ് തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. 14ഉം 15ഉം വാക്യങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. Just as Moses lifted up the snake in the wilderness, so the Son of Man must be lifted up, that everyone who believes may have eternal life in him. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ, ഉയർത്തിയത് എന്നുള്ള വാക്കിന് അവിടെ രണ്ട് അർത്ഥമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ ഈ സംഭവം, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ സംഭവം നാം വായിക്കുന്നത് സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇസ്രായേൽ മക്കൾ മരുഭൂ യാത്രയിൽ അവര് ഏദോമിൽ നിന്ന് പുറപ്പെട്ട് ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. അവിടെ പറയുന്ന, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? ഈ സാരമില്ലാത്ത ആഹാരം, മന്നയെ കുറിച്ചാണ് പറയുന്നത്, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്നവര് പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. ദൈവം, യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവിടെ നാം വായിക്കുന്നത് വളരെ ജനം മരിച്ചു. ജനം വീണ്ടും നിലവിളിച്ചുകൊണ്ട് മോശയുടെ അടുക്കിലേക്ക് വന്നു. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവരൊക്കെ മരിച്ചപ്പോൾ അവര് നിലവിളിച്ചുകൊണ്ട് മോശയുടെ അടുക്കിലേക്ക് വന്നു. മോശ ദൈവത്തോടെ നിലവിളിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. സർപ്പം കടിച്ചവർ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. ഈ സംഭവം ഇസ്രായേൽ മക്കളുടെ മരുഭൂ യാത്രയിൽ അവർക്ക് നേരിട്ട സർപ്പത്തിന്റെ കടിയേറ്റവർ മരിച്ചു. അവരെ വീണ്ടും കടിയേറ്റവർ മരിക്കാതിരിക്കേണ്ടതിന് അവര് താമ്ര സർപ്പത്തെ നോക്കേണ്ടതായിട്ട് ദൈവം അവരോട് കൽപ്പിച്ചു. അങ്ങനെ മോശ ഒരു താമ്ര സർപ്പത്തെ, പിച്ചള സർപ്പത്തെ ഉയർത്തി എന്ന് നാം വായിക്കുന്നു. എപ്പോഴും സർപ്പം എന്ന് പറയുന്നത്, സെർപ്പന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് പിശാചിന്റെ പ്രതീകമാണ്. അല്ലെ, ഏദൻ തോട്ടത്തിൽ പഴയ പാമ്പായ സാത്താൻ വന്ന് ഹവ്വയെ ചതിച്ചു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, പിന്നെ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നു. സർപ്പം മനുഷ്യനെ ചതിച്ച് പാപത്തിൽ അകപ്പെടുത്തിയതിന്റെ പ്രതീകമാണ് സർപ്പം. അതുപോലൊരു സർപ്പത്തെയാണ് ഇവിടെ ഉയർത്തുവാനായിട്ട് ദൈവം മോശയോട് കൽപ്പിക്കുന്നത്. ഏദനിൽ വന്ന ആ പഴയ പാമ്പായ സാത്താൻ, ഹവ്വയെ ഉപായത്താൽ ചതിച്ചവൻ, അതൊക്കെ സർപ്പമാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലും മഹാസർപ്പം എന്ന് നാം അവിടെ കാണുന്നുണ്ട്. പഴയ പാമ്പ്, ആ മഹാസർപ്പം, അത് സാത്താന്റെ പ്രതീകമാണ്. എന്തുകൊണ്ടാണ് ദൈവം മോശയോട് സർപ്പത്തെ ഉയർത്തുക എന്ന് പറയുന്നത്? നമുക്കറിയാം, പിച്ചള സർപ്പത്തെ ഉയർത്തുക എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രോൺസ് സെർപ്പന്റ്, താമ്ര സർപ്പം അല്ലെ, അഥവാ പിച്ചള സർപ്പം. പിച്ചള എന്ന് പറയുന്ന ലോഹം തീച്ചൂളയിൽ ശുദ്ധി ചെയ്തെടുത്ത ലോഹമാണ്. അതായത് ഒരു ശിക്ഷാവിധിയുടെ തീച്ചൂളയിൽ ശുദ്ധി ചെയ്തെടുത്തതായിട്ടുള്ള ലോഹമാണ് പിച്ചള സർപ്പം എന്ന് പറയുന്നത്. ആ പിച്ചള സർപ്പത്തെയാണ് ഉയർത്തുവാനായിട്ട് പറയുന്നത്. അത് എന്തിനാണ് ചൂണ്ടിക്കാണിക്കുന്നത്? കർത്താവ് പറയുന്നു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. അതായത് ദൈവകോപത്തിന്റെ തീയിൽ, പാപത്തിന്റെ ശിക്ഷാവിധിയായ ദൈവകോപത്തിന്റെ തീയിൽ വെന്തെരിഞ്ഞവനായിട്ടുള്ള മനുഷ്യപുത്രനെ, ആ മനുഷ്യപുത്രനിലേക്ക് നോക്കുന്നവരെല്ലാം ജീവിക്കും. ഈ പഴയ പാമ്പായ സാത്താന്റെ കടിയേറ്റവരെല്ലാം
പാപത്തിൽ ആയി തീർന്ന മനുഷ്യവർഗം ആര് യേശു ക്രിസ്തുവിനെ നോക്കുന്നുവോ ആ ദൈവകോപത്തിന്റെ ശിക്ഷാവിധിയിൽ ഇറ്റ് പോയിന്റ്സ് ടു ദ ജഡ്ജ്മെന്റ് ഓർ ദ പണിഷ്മെന്റ് ഓഫ് സിൻ. പാപത്തിന്റെ ശിക്ഷാവിധിയാണ് ആ താമ്ര സർപ്പം ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞ മനുഷ്യപുത്രൻ ആ ദൈവകോപം മുഴുവൻ ഏറ്റുവാങ്ങി എല്ലാ തലമുറയിലും ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരുടെയും പാപം താന് കാൽവറി ക്രൂശിൽ ഏറ്റുവാങ്ങി. അതാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപം ആക്കി തീർത്തു. He who knew no sin was made sin on our behalf. അവനെ പാപമാക്കി തീർത്തെന്നാ പറയുന്നത്. അതാണ് അവിടെ താമ്ര സർപ്പത്തെ നോക്കുമ്പോൾ ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, അവങ്കിലേക്ക് മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്കറിയാം, കർത്താവിങ്കിലേക്ക് നോക്കുക. ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ ലുക്ക് ആൻഡ് ജീസസ്, യേശു ക്രിസ്തുവിങ്കിലേക്ക് നോക്കുക എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ അപമാനം അലക്ഷ്യമാക്കി അല്ലെ ക്രൂശിനെ സഹിക്കുകയും ദൈവപുത്രന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ലുക്ക് ആൻഡ് ദ ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞത് അത്രേ. അപ്പോ ഞാനോ ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എന്ന് പറയുമ്പോ കർത്താവ് കാൽവറി ക്രൂശിൽ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ചും മാത്രമല്ല, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നതിനെ കുറിച്ചുമാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നതും 2 ഡ്യുവൽ മീനിങ്സ് ഉണ്ട് ഇവിടെ. ഇപ്പോ ലിഫ്റ്റഡ് അപ്പ് എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ക്രൂശിക്കപ്പെടുക എന്നും, ആൻഡ് ഓൾസോ ഇറ്റ് പോയിന്റ്സ് ടു അവർ ലോർഡ്സ് ഗ്ലോറിഫിക്കേഷൻ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ തേജസ്കരണത്തെ കുറിച്ചും പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നോക്കിയാൽ, 12-ന്റെ-23 നോക്കിയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിട്ട്, ഇറ്റ് ഈസ് ദ അവർ ഓഫ് ഗ്ലോറിഫിക്കേഷൻ ഹാസ് കം. ദ അവർ ഓഫ് ഗ്ലോറിഫിക്കേഷൻ. അപ്പൊ 2 അർത്ഥമുണ്ട് ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ. ഇവിടെ കർത്താവ് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിലേക്ക് നോക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് പറയുമ്പോൾ കർത്താവിനെ മരത്തിന്മേൽ താൻ ഉയർത്തപ്പെടേണ്ടതാണ്, കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെടേണ്ടതാണെന്നും മാത്രമല്ല അവന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്ന ആ തേജസ്കരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് താൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു, തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വരുന്നു എന്നും കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിലും, അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ-32 യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു. അവൻ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മ അവൻ ദൈവത്തിന്റെ വലതു ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. He was exalted to the right hand of God. He was crucified and the Lord God raised him to life, and we are all witnesses, and he was exalted to the right hand of the Father. അവനെ ദൈവത്തിന്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തി. അപ്പൊ കർത്താവ് ഇവിടെ ലിഫ്റ്റഡ് അപ്പ് എന്ന് പറയുമ്പോൾ
മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ അവനെ മരത്തിന്മേൽ സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരമായി ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞ ദൈവപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിലേക്ക് നോക്കുന്നവർ മാത്രമല്ല, ആ ക്രൂശിലേക്ക് നോക്കുന്നവർ. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് പറയുന്നു. മാത്രമല്ല, അവൻ ദൈവ തേജസ്സിന്റെ വലത്തു ഭാഗത്തിരുന്നു എന്ന് നാം കാണുന്നു. ദൈവത്തിന്റെ മഹിമയുടെ വലത്തു ഭാഗത്ത്. അതാണ് സ്തെഫാനോസും പറയുന്നത്, ദൈവപുത്രൻ മഹിമയുടെ വലത്തു ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറയുന്നു. ഹീസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിന്റെ മഹിമയുടെ വലത്തു ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സർപ്പൻ പ്രോബ്ലത്തിന്, ഈ പാമ്പ് കടിയേറ്റതിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. ആ പാപം മുഴുവൻ ഏറ്റുവാങ്ങി, ആ പാപത്തിന്റെ വിഷം മുഴുവൻ ഏറ്റുവാങ്ങി ദൈവത്തിന്റെ കോപത്തിയിൽ വെന്തെരിഞ്ഞവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലേക്ക് നോക്കുക. അത് മാത്രമേ ഉള്ളൂ ഒരു പരിഹാരം. ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർക്ക് ഒരു പരിഹാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ, പാളയത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉയർത്തപ്പെട്ട താമ്ര സർപ്പത്തിലേക്ക് വിശ്വാസത്തോടെ അവർ നോക്കേണ്ടതായിട്ട്. അല്ലാതെ അവരോട് പറഞ്ഞില്ല, നിങ്ങൾ പോയി അഗ്നിസർപ്പത്തെ എല്ലാം തല്ലിക്കൊല്ലാൻ പറഞ്ഞില്ല. മാത്രമല്ല, പാമ്പ് കടക്കാതിരിക്കാൻ വേലി കെട്ടാൻ പറഞ്ഞില്ല, നിലവിളിക്കാൻ പറഞ്ഞില്ല. അവരോട് പറയുന്നു, ആ താമ്ര സർപ്പത്തിലേക്ക് നോക്കുക. പ്രിയമുള്ളവരെ, നമുക്കും നോക്കുവാനുള്ളത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ദൈവ കോപത്തിയിൽ എന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി എനിക്ക് പകരക്കാരനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, യെശയ്യാ പ്രവചനം 45-ന്റെ 22, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞെന്ന മലയാളം വേദോസ്തവത്തില് എങ്കിലേക്ക് നോക്കി എന്ന് ഇംഗ്ലീഷ് ബൈബിളിലുണ്ട്. എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്ന് പറയുന്നു. ഇതോടനുബന്ധിച്ച് ഒരു സംഭവ കഥയുണ്ട്. 1850 ജനുവരി മാസം 6-ാം തീയതി ഇംഗ്ലണ്ടിലെ കോൾച്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു സ്നോ സ്റ്റോം ഉണ്ടായി. മഞ്ഞു വീഴ്ചയും വലിയ കാറ്റും ഉണ്ടായി. ആ ദിവസം ആ ദിവസം പള്ളി പാൻ ഇറങ്ങിയതാണ് ഒരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരപ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ വലിയ മഞ്ഞുവീഴ്ച ഉണ്ടായതുകൊണ്ട് അവന് ആ പള്ളിയിൽ ചെന്നെത്തുവാൻ, അവൻ സാധാരണ പോകുന്ന പള്ളിയിൽ ചെന്നെത്തുവാൻ കഴിഞ്ഞില്ല. അവന് പോകുന്ന വഴിക്ക് കണ്ട ഒരു പഴയ മെത്തഡിസ്റ്റ് ചർച്ചിൽ അവൻ ചെന്ന് കയറി. ഈ മഞ്ഞുവീഴ്ചയുടെ സമയത്ത് ചെന്ന് കയറിയപ്പം അവിടെ അന്ന് പ്രസംഗിക്കേണ്ടിയിരുന്ന ആ പള്ളിയിലെ പട്ടക്കാരനും അച്ഛനും അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് കുറച്ചുപേര് മാത്രമേ കൂടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെയുള്ള ഒരു ലേമാൻ, അയാൾ പ്രസംഗമൊന്നും തയ്യാറാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛൻ വരാഞ്ഞുകൊണ്ട് അങ്ങേർക്ക് പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു. അങ്ങേര് ഈ വാക്യം എടുത്താ പ്രസംഗിച്ച്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, ലുക്ക് അൻടു മീ ആൻഡ് ബി സേവ്ഡ് all you ends of the earth, for I am God and there is no other God. There is no other. Look unto me and be saved, all you ends of the earth. മലയാളത്തിൽ പറയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, രക്ഷ പ്രാപിപ്പീൻ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ലല്ലോ. അപ്പോ ഈ വാക്യം എടുത്താണ് ആ മനുഷ്യൻ പ്രസംഗിച്ച്. അന്നത്തെ പട്ടക്കാരനോ അന്നേരം കഴിഞ്ഞില്ല, അങ്ങനെ പെട്ടെന്ന് പ്രസംഗിക്കേണ്ടി വന്നു. അതുകൊണ്ട് വലിയ പ്രിപ്പറേഷൻ ഒന്നും കൂടാതെ പ്രസംഗിക്കുന്നതുകൊണ്ട് പുള്ളി ഈ വാക്യം പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരുന്നു. സമയം പോണമല്ലോ, ഈ വാക്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇടയ്ക്ക് ആ മനുഷ്യൻ പറഞ്ഞു, എ മാൻ നീഡ് നോട്ട് ഗോ ടു കോളേജ് ടു ലുക്ക് അൻടു ജീസസ്. യേശുവിലേക്ക് നോക്കാൻ ഒരു മനുഷ്യന് കോളേജിൽ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നും, എങ്ങനെയാ നോക്കണ്ടേന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിവൺ ക്യാൻ ലുക്ക്, ആർക്കും നോക്കാനായിട്ട് കഴിയും. ഈവൻ എ ചൈൽഡ് ക്യാൻ ലുക്ക്, ഒരു കൊച്ചു കുഞ്ഞിനും യേശുവിലേക്ക് നോക്കുവാനായിട്ട് കഴിയും. അങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം
ഈ പള്ളിയുടെ ഒരു കോണില് സൈഡിൽ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ, ഈ വന്നു കയറിയ ചെറുപ്പക്കാരനെ ഈ പ്രസംഗം കണ്ടു. പ്രസംഗം കണ്ടിട്ട് അവന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറയുന്നു, യങ് മാൻ, ലുക്ക് ടു ജീസസ് ക്രൈസ്റ്റ്, യു ലുക്ക് സോ മിസറബിൾ. നിന്നെ കണ്ടിട്ട് വലിയ സങ്കടമുള്ള പോലെ, ഒരു ദുഃഖമോ നിരാശയുള്ള പോലെ തോന്നുന്നല്ലോ. നീ യേശുവിങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുക എന്ന്, വിശ്വാസത്തോടെ യേശുവിങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുക എന്ന് ഈ മനുഷ്യൻ ആ ചെറുപ്പക്കാരനെ കൈ ചൂണ്ടി പറഞ്ഞു. ആ വാക്യം ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പ്രസംഗിച്ചതാണ്. ആ വാക്യം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തട്ടി, ആ കൊച്ചു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ തട്ടി. അവന് തന്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് സമർപ്പിച്ചു. അവനാണ് പിൽക്കാലത്ത് വലിയ പ്രസംഗകനായി തീർന്ന, പ്രസംഗികളുടെ പ്രഭു, എന്താ പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ് എന്ന് അറിയപ്പെട്ടിരുന്ന ചാൾസ് ഹെയ്ഡൻ സ്പർജൻ എന്ന് പറയുന്ന ആള്, CH സ്പർജൻ. ആ ചെറുപ്പക്കാരൻ താന് തന്റെ ഹൃദയത്തിൽ വലിയ വേദനയൊക്കെ അനുഭവിക്കാറ്. പള്ളി താൻ ഇറങ്ങിയതാണ്, മഞ്ഞു കൊടുങ്കാറ്റുകൊണ്ട് താൻ പോകുന്ന പള്ളിയിൽ ചെന്നെത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കണ്ട ഒരു പള്ളിയിൽ കയറി. അവിടെ പ്രസംഗിക്കാൻ വരേണ്ട ആളും പട്ടക്കാരനും വന്നിട്ടില്ല. പ്രസംഗം തയ്യാറാക്കാത്ത ഒരാളെ കയറി പ്രസംഗിച്ച് ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞു, യങ് മാൻ, യു ലുക്ക് സോ മിസറബിൾ, ലുക്ക് അറ്റ് ജീസസ്. യേശുവിലേക്ക് നോക്കുക, നീ രക്ഷ പ്രാപിക്കുക എന്ന് ആ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അങ്ങനെയാണ് ചാൾസ് സ്പർജന്റെ മാനസാന്തരം 1850 ജനുവരി മാസം 6-ാം തീയതി അങ്ങനെ ചാൾസ് ഹെയ്ഡൻ സ്പർജൻ രക്ഷിക്കപ്പെട്ടു. ഇംഗ്ലണ്ടിൽ എന്നല്ല, ലോകത്തിന് എല്ലാം അനുഗ്രഹമായി തീർന്നു മനുഷ്യൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിക്കോദിമോസിനോട് പറയുമ്പോൾ കർത്താവ് പറയുന്നു, വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടുന്ന് വരുന്നു എന്ന് നീ അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല എന്ന് പറയും. കാറ്റ്, പരിശുദ്ധാത്മാവ്, ഇറ്റ്സ് സോവറിൻ ഇൻ ഇറ്റ്സ് കോളിംഗ് ആൻഡ് ഇറ്റ്സ് ഗ്രേസ്. തന്റെ കൃപ തരുന്നതിന്, അതിന്റെ വിളിക്ക് പരിശുദ്ധാത്മാവിന്റെ സർവാധികാരം നമുക്കവിടെ കാണുവാനായിട്ട്. ആരെപ്പോഴാ എവിടെയാ രക്ഷിക്കപ്പെടേണ്ടത് എന്ന്, ഏത് ഹൃദയമാണ് വേദനയോടിരിക്കുന്നത്, ആരുടെ അടുക്കിലേക്കാണ് ചെല്ലേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. ആ മനുഷ്യനെ സന്ദർശിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു, കാറ്റെന്ന് പറഞ്ഞപ്പോൾ അത് ഉടനെ നിക്കോദിമോസിന്റെ മനസ്സിൽ വന്നത് എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായമായിരിക്കും. മനുഷ്യപുത്ര, ഈ അസ്ഥികളോട് പ്രവചിക്കുക എന്ന് എസെക്കിയേലിനോട് ദൈവം അരുളി ചെയ്തു. 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ആ കാറ്റ് യേശുവിലേക്ക് നോക്കിയപ്പോൾ ആ പരിശുദ്ധാത്മാവ് സ്പർജൻ എന്ന ആ ചെറുപ്പക്കാരന്റെ, കൗമാരക്കാരന്റെ നേരെ, ആ ഇൽ പ്രിപ്പേർഡ് പ്രീച്ചർ, വലിയ പ്രസംഗം ഒന്നും തയ്യാറാക്കാത്ത ആ മനുഷ്യന്റെ വാക്കുകളിലൂടെ ദൈവം ആ സ്പർജനോട് ഇടപെട്ടു. സ്പർജനെ വലിയൊരു അനുഗ്രഹമാക്കി തീർത്തു. അതാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഉയർത്തുവാൻ, ക്രൂശിക്കപ്പെട്ട കർത്താവിലേക്ക് നോക്കുവാൻ, നാം അവനെ ഉയർത്തുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലും എപ്പോഴും നാം തയ്യാറാകേണ്ടതായിട്ടിരിക്കുന്നു. പിന്നീട് 16-ാമത്തെ വാക്യം, ഒരു പക്ഷേ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പേര് പ്രസംഗിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളതുമായ വാക്യമാണ് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മുടെ ഗിദെയൻസിന്റെ ഒക്കെ ബൈബിളില് ഈ ജോൺ 3:16 പല ലാംഗ്വേജസിലുണ്ട്, അല്ലെ? ഹിന്ദിയിലുണ്ട്. परमेश्वर ने अपना एकलौता पुत्र को दे दिया क्योंकि जो उस पर विश्वास करते हैं वो नष्ट न होते परंतु शाश्वत जीवन പായ്. കുറഞ്ഞ പക്ഷെ അത്രയെങ്കിലും പഠിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ പണിയാൻ വരുന്ന ബംഗാളികളോടും അവരോടൊക്കെ സുവിശേഷം പറയാൻ ഒരു വാക്യമെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. എല്ലാം പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വാക്യമെങ്കിലും എല്ലാ ഭാഷയിലും, ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും കർത്താവ് തന്നെ ഏക കുമാരനെ നൽകിയെന്ന് ആണ് തമിഴിൽ ആരംഭിക്കുന്നത്. ആ ഒരു വാക്യം, ദി ഓൺലി ബിഗോട്ടൺ സൺ, തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിന് വേണ്ടി നൽകി, ലോകത്തെ രക്ഷിപ്പാനായിട്ട്. ദി ഓൺലി ബിഗോട്ടൺ സൺ. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചത് നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്തേണ്ട. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ നീ യാഗം കഴിക്കുക എന്ന് ദൈവം അബ്രഹാമിനോട് പറയുന്നു. എന്നിട്ട് പിന്നെ പറയുന്നു, നീ അവനെ തരുവാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതുപോലെ ദൈവം
സ്വർഗത്തിൽ നിന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരു തീരുമാനമെടുത്തു, തന്റെ ഏകജാതനായ പുത്രനെ, അല്ലെ? അതുകൊണ്ടാണ് നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തത്. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മളെ ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തു യേശുവിൽ തെരഞ്ഞെടുത്തു. മാത്രമല്ല, ദൈവം തന്റെ പുത്രനെ അറുത്തതും, ഹി വാസ് സ്ലെയിൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് നമുക്ക്. അതുകൊണ്ട് പഴയ നിയമ ക്രിസ്ത്യാനികളും യേശു ക്രിസ്തുവിന്റെ മുമ്പോട്ടേക്ക് നോക്കി വിശ്വസിച്ചു. ഇന്ന് നാം പുറമോട്ടേക്ക് 2000 വർഷം മുമ്പ് നടന്ന ആ സംഭവത്തെ നോക്കിയാണ് ഇന്ന് നാം വിശ്വസിക്കുന്നത്. സോ ജീസസ് ലവ്ഡ് ദ എൻറ്റയർ വേൾഡ്. ലോകത്തെ മുഴുവൻ കർത്താവ് സ്നേഹിച്ചു. ഇതിനെ പറയുന്നത് അൺലിമിറ്റഡ് അറ്റോൺമെന്റ് ഓഫ് ഗോഡ് എന്ന്. അൺലിമിറ്റഡ്, ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തതായി ആരുമില്ല. ദൈവം മുഴു ലോകത്തെയും സ്നേഹിച്ചു. ആരവങ്കിലേക്ക് നോക്കുന്നോ, ഹൂ അവർ ലുക്സ് അൻടു ഹിം ഇൻ ഫെയ്ത്ത്, ആരെല്ലാം അവങ്കിലേക്ക് വിശ്വാസത്തോട് നോക്കുന്നു, അവരെല്ലാം രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗം മതിയായതാണ്. പക്ഷേ ഇറ്റ് ബിക്കം എഫക്റ്റീവ് ഇൻ പീപ്പിൾ ദോസ് ഹു ബിലീവ് ഇൻ ഹിം. അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതെന്തോ എഫക്റ്റീവ് ആകത്തുള്ളൂ, അത് യാഥാർത്ഥ്യമായി തീരത്തുള്ളൂ, അത് അനുഭവവേദ്യമായി തീരും. എന്നാൽ സകല ലോകത്തിനും വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. അൺലിമിറ്റഡ് അറ്റോൺമെന്റ്, ഒരു പരിധിയില്ലാത്ത കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാര യാഗത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവ് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തില് കർത്താവ് ലോകത്തെ സ്നേഹിച്ചു. 3 ഡയമെൻഷൻസ് ഓഫ് ഗോഡ്സ് ലവ് അവിടെ കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ 3 പ്രത്യേക അനുഭവങ്ങൾ, പ്രത്യേക മാനദണ്ഡം. എന്താ പറയുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചു. ജീസസ് ലവ്ഡ് ഹിസ് ചർച്ച്. എന്നിട്ട് അവൾക്ക് വേണ്ടി തന്നെത്താൻ അവന് ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാ? കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ അവളെ തേജസ്സോടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തേണ്ടതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സഭയെ സ്നേഹിച്ചു. കുടുംബജീവിതത്തില് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതിനെ കുറിച്ചുള്ള ദൃഷ്ടാന്തം പറയുമ്പോൾ പൗലോസ് അത് ഉപയോഗിക്കുകയാണ്. എന്നാൽ നമ്മളിവിടെ കാണുന്നത് കർത്താവ് ലോകത്തെ മാത്രമല്ല, കർത്താവ് തന്റെ സഭയെ സ്നേഹിച്ചു. ജീസസ് ലവ്ഡ് ഹിസ് ചർച്ച് ആൻഡ് എംപ്റ്റീഡ് ഹിംസെൽഫ്. തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്താണ്? വിശ്വസിക്കുന്ന ഏവനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ കർത്താവ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ തേജസ്സോടെ നിർത്തേണ്ടതിന് കർത്താവ് തന്റെ സഭയെ സ്നേഹിച്ചു. എന്നാൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ, 19-ാമത്തെ വാക്യം, ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. എന്നെ സ്നേഹിച്ചു. സോ ഞാൻ പറഞ്ഞു 3 ഡയമെൻഷൻസ് ഓഫ് ഗോഡ്സ് ലവ്. ഗോഡ് ലവ് ദ എൻറ്റയർ വേൾഡ്. ലോകത്തെ മുഴുവൻ ലോകത്തെയും കർത്താവ് സ്നേഹിച്ചു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ലവ്ഡ് ഹിസ് ചർച്ച്, ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. തന്റെ മണവാട്ടിയായ സഭയെ കർത്താവ് സ്നേഹിച്ചു. എന്നാൽ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തിയെയും കർത്താവ്, പൗലോസ് പറയുകയാണ്, എന്നെ സ്നേഹിച്ചു. ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് അവൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നു. ഇവിടെ ഒരു പാരഡോക്സ് അല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തില് 15-ാമത്തെ വാക്യത്തില് നാം വായിക്കുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഡു നോട്ട് ലവ് ദ വേൾഡ് ആൻഡ് ബട്ട് ഓൾ വാട്ട് ഈസ് ഇൻ ദ വേൾഡ്. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറയും. അപ്പോ നമ്മളോട് പറയുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന്. പക്ഷെ കർത്താവ് ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു. അപ്പൊ ദൈവം ലോകത്തെ സ്നേഹിച്ചു, നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞു. ഇതിന്റെ വ്യത്യാസം എന്താണ്? ചിലപ്പോഴെങ്കിലും നാം മനസ്സിലാകാതിരിക്കുന്ന കാര്യം.
ദൈവം ലോകത്തിലുള്ള സകല മനുഷ്യരെയും ആദാം മുതൽ ഇങ്ങോട്ട് ഇനി ആരെല്ലാം ജനിക്കാനുണ്ട് അവരെ മുഴുവൻ ദൈവം സ്നേഹിച്ചു. അവർക്ക് വേണ്ടി തന്റെ പുത്രനെ യാഗമാക്കി തീർത്തു. അതാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഹി ലവ്ഡ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്, ലിവ്ഡ് ത്രൂ ഔട്ട് ഓൾ ജനറേഷൻസ്. എല്ലാ തലമുറകളിലും ജീവിച്ചിരുന്ന സകല മനുഷ്യരെയും ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് അവരുടെ പാപത്തിന് പരിഹാരമായി ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ യോഹന്നാന്റെ ലേഖനത്തിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ഡു നോട്ട് ലവ് ദ വേൾഡ് എന്ന് പറയുമ്പം ദ സിസ്റ്റം ഓഫ് ദ വേൾഡ് വിച്ച് ഈസ് ഇൻ എനിമിറ്റി ടു ഗോഡ്, വിച്ച് ഈസ് ഹോസ്റ്റൈൽ ടു ഗോഡ്, ദൈവത്തോട് എതിർക്കുന്ന, ദൈവത്തിന് വിരോധമായിരിക്കുന്ന ലോകത്തിന്റെ ഈ സംവിധാനത്തെ മുഴുവനാണ് ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കും. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമുക്ക് പണ്ടൊക്കെ ദൂരദർശന്റെ ഒക്കെ ന്യൂസ് വരുമ്പം ഒടി പറയും നൗ ദ ന്യൂസ് ഫ്രം ദ സ്പോർട്സ് വേൾഡ്, അല്ലേ? ഇപ്പം കായിക ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ ഇപ്പോഴും പറയുമായിരിക്കും, കായിക ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. അപ്പൊ ഈ കായിക ലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ടോ? അങ്ങനെ ഒരു ലോകമില്ല, അല്ലെ? നമുക്ക് കാണാവുന്ന ഒരു വിസിബിൾ വേൾഡിൽ. പിന്നെ എന്താണ് ഈ സ്പോർട്സ് വേൾഡ് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ എല്ലാ കായിക ഇനങ്ങളും, എന്താ, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോള്, ബാസ്കറ്റ് ബോള്, അങ്ങനെയുള്ള എല്ലാ കായിക ഇനങ്ങളും, അത്ലറ്റിക്സും എല്ലാം ഉൾപ്പെടെയുള്ള ആ മത്സരങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കും. അതെല്ലാം ഉൾപ്പെടെ മാത്രമല്ല, ഓൾ ദോസ് ഐഡിയാസ് ആൻഡ് ഓൾ ദോസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു സ്പോർട്സ് ആൻഡ് ഗെയിംസ്, സ്പോർട്സിനോടും ഗെയിംസിനോടും ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളും അതിന്റെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെ ഒരു സംവിധാനമാണ്. ആ സിസ്റ്റത്തെയാണ് സ്പോർട്സ് വേൾഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ വിസിബിൾ വേൾഡ്, കാണാവുന്ന ലോകമല്ല, പക്ഷേ ആശയങ്ങളും അതിന്റെ മത്സരങ്ങളും അത് സംബന്ധിച്ച കായിക താരങ്ങളും എല്ലാം ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു ലോകം. എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിന് ഒരു സംവിധാനമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണാൻ പോകുന്നത് അത് നശിപ്പിക്കപ്പെടും. അതിനെ ബാബിലോൺ എന്ന് വിളിക്കുന്നു. എ സിസ്റ്റം ദാറ്റ് ഈസ് വർക്കിംഗ് എഗൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. അതായത് നമുക്കറിയാം ലോകത്തിലെ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും എല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തിന് എതിരായിട്ടുള്ളതാണ്. മാത്രമല്ല എഡ്യൂക്കേഷണൽ വേൾഡ്, വിദ്യാഭ്യാസ സമ്പ്രദായം പോലും അതും ആത്യന്തികമായി ദൈവത്തിനെതിരായിട്ടുണ്ട്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്നില്ല. പിന്നെന്തുവാ? പരിണാമ സിദ്ധാന്തം, അത് തെളിയിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം, ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയ ഒരു സിദ്ധാന്തം. അങ്ങനെയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നാണ്. അപ്പോ ഇവിടുത്തെ സിസ്റ്റം അല്ല മീഡിയ വേൾഡ്, സിനിമ, മറ്റ് ഡിജിറ്റൽ മീഡിയ എല്ലാം ഉൾപ്പെടെയുള്ള മീഡിയയും സർവ്വവും നമുക്ക് നോക്കിയാൽ ഓൾ ടുഗദർ ആത്യന്തികമായി ദൈവത്തിനെതിരെ. ആ ലോകത്തെ സ്നേഹിക്കരുത് എന്നാണ് യോഹന്നാൻ അർത്ഥമാക്കുന്നത്. അതായത് പറയുമ്പോൾ ദ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ് ദാറ്റ് ഈസ് അഗൻസ്റ്റ് ഗോഡ്, ദൈവത്തിനെതിരായിട്ട് ചിന്തിക്കുന്ന, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച്, അതിന്റെ പണവും അതിന്റെ പ്രതാപവും അതിന്റെ സ്ഥാനമാനവും ഇവിടുത്തെ വസ്തുവകയും എല്ലാം, പൊളിറ്റിക്കൽ, എഡ്യൂക്കേഷണൽ, ഗവൺമെന്റ്സ്, എവ്രിതിങ്, മോസ്റ്റ് ഓഫൺ ദേ വർക്ക് അഗൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവഹിതത്തിന് എതിരായിട്ട് ആയിത്തീർന്നു. ആ ലോകത്തെ സ്നേഹിക്കരുത് എന്നാണ് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ പിന്നെയും പറയുന്നു, 17ാമത്തെ വാക്യം, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്ര. ദൈവം ലോകത്തെ ശിക്ഷ വിധിപ്പാനല്ല, അവനാൽ രക്ഷിക്കപ്പെടുവാനായിട്ടാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. എന്നിട്ട് പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നമുക്ക് ആ രണ്ട് വാക്യങ്ങൾ ചിന്തിക്കാം. ഒന്നാമതായിട്ട്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ഇംഗ്ലീഷ് വേദോത്സവത്തിൽ ആ വാക്യം വായിച്ചാല് 3-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങള്, whoever believes in him is not condemned, but whoever does not believe stands condemned already, because they have not believed in the name of God's
വൺ ആൻഡ് ഓൺലി സൺ. കണ്ടംഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ടം ചെയ്യുക, അല്ലാതെ ജഡ്ജ്മെന്റ് എന്നുള്ള വാക്കല്ല. ന്യായവിധി എന്നുള്ള വാക്ക് പലപ്പോഴും മലയാളത്തില് ഉപയോഗിച്ചിരിക്കുന്നത് ശിക്ഷാവിധിയെ ചൂണ്ടിക്കാണിക്കാനായി. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് വായിക്കുന്നു. ശിക്ഷാവിധിയാണ്. അപ്പോ അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. അങ്ങനെ നാം 18-ാമത്തെ വാക്യം, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായികയാൽ ശിക്ഷാവിധി വന്നു കഴിഞ്ഞു. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശിക്ഷാവിധി വന്ന് ഹി സ്റ്റാൻഡ്സ് കണ്ടംഡ്. ഈ ലോകത്തിൽ നാം നോക്കുമ്പോൾ നമുക്ക് രണ്ടു കൂട്ടം ആളുകളെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിച്ചവരും, മറ്റേ ശിക്ഷാവിധിയിലേക്ക് നടന്ന് അടുക്കുന്നവർ. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലേക്ക്, ഏകജാതനായ പുത്രനിൽ യേശുക്രിസ്തുവിലേക്ക് നോക്കാത്തവർ, ദേ സ്റ്റാൻഡ്സ് കണ്ടംഡ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാണ്. സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ന്യായവിധി, ആ ശിക്ഷാവിധി എന്ന് പറയുന്നത് ഗന്ധകവും തീയും കത്തുന്ന നരകത്തിലേക്കുള്ള മനുഷ്യന്റെ ആ യാത്ര, അത് ചെന്ന് അവസാനിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം മാത്രമാണ്. എന്നാൽ ഇപ്പോൾ തന്നെ അവർ ശിക്ഷാവിധിയിൽ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ആ ശിക്ഷാവിധി വന്നു കഴിഞ്ഞു. അവരുടെ നെറ്റിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അവർ നരകത്തിലേക്കുള്ള യാത്രയിലാണ്. ഇത്രയുള്ളവർ നമ്മുടെ ചുറ്റുപാടും എത്ര പേരെയാ നാം അത് കാണുന്നത്. പാട്ടുണ്ടല്ലോ, വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി വിനാശഗർത്തം പൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും, ചില കോച്ചസ് ഒക്കെ മാറ്റിയിട്ടേക്കും അല്ലേ. എന്നിട്ട് പണ്ടൊക്കെ അതിൽ എഴുതി വെച്ചേക്കും കണ്ടംഡ് എന്ന് പറഞ്ഞാൽ ഇതിനി ഓടിക്കാൻ കൊള്ളത്തില്ല, ഇത് ഇടിച്ച് പതുക്കി അല്ലേ, ഇത് നശിപ്പിക്കാന് മാറ്റിയിട്ടിരിക്കുക. ചില കെട്ടിടങ്ങളൊക്കെ അവരുടെ സിഗ്നൽ റൂംസോ ഒക്കെ അതിലൊക്കെ എഴുതി കണ്ടംഡ് എന്ന് എഴുതിയിട്ട്, എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധിക്കായിട്ട് അത് ഇടിച്ച് പൊളിച്ച് കളയാനേ കൊള്ളത്തുള്ളൂ, ഇനി അത് ഉപയോഗ യോഗ്യമല്ല. നമ്മുടെ ചുറ്റുപാടുള്ള എത്ര മനുഷ്യരുടെ നെറ്റിക്കായി ഇത് എഴുതി വെച്ചിരിക്കും. അവര് നരകത്തിലേക്ക് ബോർഡ് വെച്ചിരിക്കും. ചില ബസ്സൊക്കെ ബോർഡ് വെച്ച് പോകുന്ന പോലെ നരകത്തിലേക്ക് ശിക്ഷാവിധി ദൈവപുത്രനിൽ വിശ്വസിക്കായികയാൽ. പാട്ടുകാരൻ പാടുന്നതാണ്, വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി വിനാശഗർത്തം പൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്യും. നമ്മുടെ സിറ്റികളിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട്, വലിയ സിറ്റികളിലൊക്കെ, ബോംബെയിലെ VT റെയിൽവേ സ്റ്റേഷനിലോ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ചെന്നാൽ 3-4 ട്രെയിൻ ഇങ്ങോട്ട് വരുമ്പോൾ എത്ര ആയിരം പേരാ പോകുന്നത് അല്ലെ. ഉറുമ്പ് പോകുന്ന പോലെ മനുഷ്യൻ പൊക്കോണ്ടിരിക്കും. അവരെല്ലാം എത്രയോ ആയിരങ്ങള് കർത്താവിനെ അറിയാതെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ന്യായവിധി വന്ന് കഴിഞ്ഞു. ദൈവപുത്രനിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി, ദേ സ്റ്റാൻഡ്സ് കണ്ടംഡ്, ദേ സ്റ്റാൻഡ് കണ്ടംഡ്. അവരുടെ ശിക്ഷാവിധി അവരുടെ മേലെ എഴുതി വെച്ചിരിക്കുക. അങ്ങനെയുള്ളവരെ വീണ്ടെടുക്കാൻ, വിടുവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവപുത്രൻ വന്നു. കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ മരിച്ച, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിട്ട് 2000 വർഷം കഴിയുക അല്ലെ. സഭകളെല്ലാം കൂടെ 2033 കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം 2000 വർഷം തികയുന്നെന്നും പറഞ്ഞ് ആഘോഷിക്കാനൊക്കെ പോവാണെന്ന് ഈയിടെ ഒരു മാഗസിനിൽ IEM-ന്റെ മുന്നേറ്റം മാസികയിൽ വായിക്കാനായിട്ടിടയാണ്. അത് ഏത് വർഷമേലും ആയിക്കോട്ടെ, 2027 2033 എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ യേശുക്രിസ്തു കാൽവറിയിൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഇന്നും കേട്ടിട്ടില്ലാത്ത അനേകര് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഉണ്ട്. എന്നാൽ ഇന്ദിരാഗാന്ധി മരിച്ചെന്നോ രാജീവ് ഗാന്ധി മരിച്ചെന്നോ ഒക്കെയുള്ള വിവരങ്ങള് അല്ലേ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മനുഷ്യർക്കും അറിയാം. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി മരിച്ചു. അത് വലിയ താമസം കൂടാതെ ഇന്ത്യ മുഴുവൻ അറിഞ്ഞു. 1991 മെയ് 21 രാജീവ് ഗാന്ധി മരിച്ചു. അത് താമസം കൂടാതെയാണ്. കർത്താവ് യേശുക്രിസ്തു 2000 വർഷത്തിനപ്പുറം കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവങ്കിലേക്ക് നോക്കുന്നവർക്ക് രക്ഷപ്പെടുവാനായിട്ട് സകല ഭൂസീമാവാസികളുമായിട്ടുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷിക്കപ്പെടുവീൻ
ഞാനല്ലാതെ ഒരു ദൈവം ഇല്ല. യെശയ്യാ പ്രവചനം 45:22. പ്രിയമുള്ളവരെ, അത് ഇന്നും ലോകം അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ്. വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന്റെ മേലോ ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് നാം വായിക്കുന്നു. ഒരു നരകത്തിലേക്ക് ബോർഡ് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുക. യേശു ക്രിസ്തുവിനെ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തിയെങ്കിൽ, അവൻ പാപമായി തീർന്ന് കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ടെങ്കിൽ, എന്നാൽ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ തേജസ്കരിക്കപ്പെട്ടവനായി, മഹത്വപ്പെട്ടവനായി, ഗ്ലോറിഫൈഡ് ഗോഡ്, അവന് കർത്താവായ യേശു പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. എല്ലാ മുഴകാലും അവന്റെ മുമ്പിൽ മടങ്ങും. അവനിലേക്ക് നോക്കുന്നവർ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടത്. ഇന്ത്യയിലെ 145 കോടി ജനങ്ങളും ലോകത്തിലെ 650-700 കോടി ജനങ്ങളും ആരും നശിച്ചു പോകരുത്. ഈ തലമുറയിൽ ആ വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുക. വീണ്ടും ജനനത്തിന്റെ അനുഭവമില്ല, അത് ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് കഴിയുകയില്ല. So whoever does not believe stands condemned. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയും. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം വിശദമായിട്ട് ചിന്തിക്കാം. നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ്. ഒരു ഇൽ പ്രിപ്പയർഡ് പ്രീച്ചർ, ഒരു വലിയ തയ്യാറെടുപ്പൊന്നുമില്ലാതെ ഒരു സാധാരണ വ്യക്തി 1850 ജനുവരി മാസം 6-ാം തീയതി ഇംഗ്ലണ്ടിലെ കോൾച്ചസ്റ്ററിലെ ഒരു പഴയ മെത്തഡിസ്റ്റ് പള്ളിയിൽ ഒരു മഞ്ഞു വീഴ്ചയുള്ള ദിവസം പ്രസംഗിച്ചെങ്കിൽ, പ്രസംഗിക്കാൻ പുള്ളിക്ക് വലിയ തയ്യാറെടുപ്പില്ലായിരുന്നതുകൊണ്ട് ആ വാക്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു. ആ ചെറുപ്പക്കാരനെ നോക്കി, ചെറുപ്പക്കാരാ, യേശുവിങ്കിലേക്ക് നോക്കുക, നിന്നെ കണ്ടിട്ട് വളരെ ദുഃഖിതനായിരിക്കുന്നുവല്ലോ, യേശുവിങ്കിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചാൾസ് ഹെയ്ഡൻ സ്പർജൻ കർത്താവിങ്കിലേക്ക് വന്നു. അതുപോലെ നമ്മുടെ ഓരോ വാക്കുകൾ യേശുവിങ്കിലേക്ക് നോക്കാന്ന് പറഞ്ഞാൽ മാത്രം മതിയായി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിങ്കിലേക്ക് നോക്കുവാൻ മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നു. ആ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.